നമസ്കാരം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കുഞ്ഞിന് ഒരു ശാരീരികമായൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം വില വരുന്ന ഒരു ഓപ്പറേഷൻ ചിലപ്പോൾ നടത്തുന്നതായിട്ട് വരും, എങ്കിൽ മാത്രമേ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നമ്മളെല്ലാവരും ചെയ്യുന്നത് തന്നെ പ്രാർത്ഥിച്ചു. ആ കൂട്ടത്തിൽ ഇവനൊരു കാര്യം കൂടെ പറഞ്ഞു, ഈ ഓപ്പറേഷൻ മാറിപ്പോവുകയാണെങ്കിൽ, ഈ ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിറക്കിൾ സംഭവിക്കുകയാണെങ്കിൽ ഈ ഓപ്പറേഷന് ചിലവാകുമെന്ന് പറഞ്ഞ തുക അർഹതപ്പെട്ട ഏതെങ്കിലും പാവപ്പെട്ട കുഞ്ഞിന് ഓപ്പറേഷനായിട്ടോ അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾക്ക് ഓപ്പറേഷനായിട്ടോ കൊടുക്കാം എന്നായാൽ അവൻ ദൈവത്തിനോടിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹത്താൽ ആ കുഞ്ഞിന് ഓപ്പറേഷൻ്റെ ഒരു ആവശ്യം വന്നില്ല. ആ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ അവരങ്ങ് തിരിച്ച് ഗൾഫിലേക്ക് പോകും. ഏതാണ്ട് 3-4 വർഷം കഴിഞ്ഞിട്ട് ഈ ഡോക്ടറിനെ ഒരു ഫർദർ ചെക്കപ്പിനൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടപ്പം തൻ്റെ കയ്യിൽ ഇത്രയും രൂപയുണ്ടെന്നും ഏതെങ്കിലും ഒരു കുഞ്ഞിനെ സഹായിക്കാൻ ഞാൻ വില്ലിങ് ആണെന്നും അവൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടി, ഈ ഒരു പണം പല ആൾക്കാർക്ക് കൊടുത്തുകൂടായോ എന്ന് ചോദിച്ചു. കാരണം ഒരു ശരാശരി ആൾക്കാർക്കും കേന്ദ്ര ഗവൺമെൻറ്റിനോടൊക്കെ ഭയങ്കര എതിർപ്പാണ്, കേരള ഗവൺമെൻറ്റിനോടും എതിർപ്പാണ്. പക്ഷെങ്കിൽ ഈ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ ഒരുപാട് ധനസഹായങ്ങൾ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. പലർക്കും അറിയില്ല, അറിയാവുന്നവർ പലരും പറയത്തില്ല. ഒരുപാട് സഹായങ്ങൾ. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, അർഹതപ്പെട്ട വ്യക്തി ആയിരിക്കണം. 1 ഏക്കർ വസ്തുവും അല്ലെങ്കിൽ 50 സെൻറ്റ് ഭൂമിയും 2 നില വീടും കാറും ഒന്നും ഉള്ളവർക്കൊന്നും കിട്ടത്തില്ല. ശരിക്കും ജെനുവിനായിട്ടുള്ള അർഹതപ്പെട്ട 100% സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗസഹായമായിട്ട് ഒരുപാട് കാശ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പല ഹോസ്പിറ്റലുകളിലും ഇതിൻ്റെ വിശദമായ വിവരങ്ങളുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ അവനോട് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഏകദേശം 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയാണ് ചിലവെങ്കിൽ പലപ്പോഴും പല സബ്സിഡികളും അവർക്ക് കിട്ടും. പിന്നെ കുറച്ച് എമൗണ്ടുകളൊക്കെ ചിലപ്പോൾ ഒരു 20,000 30,000 രൂപയൊക്കെ ചിലപ്പം ഈ പറയുന്ന പേഷ്യൻറ്റിൻ്റെ വീട്ടുകാർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ എമൗണ്ടിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി പോർഷനോ നിങ്ങൾ സഹായിച്ച് ബാക്കിയുള്ള അവർ തന്നെ കണ്ടെത്തട്ടെ എന്ന് പറയുന്നു. കാരണം ഡോക്ടർ പറയുന്നത് ഈ ഫ്രീ ആയിട്ട് കിട്ടുമ്പം ഇതിനൊരു വിലയില്ല. കാരണം അധ്വാനിക്കുന്നില്ല, അധ്വാനിക്കാതെ ഇങ്ങനെ ചുമ്മാ ആരെങ്കിലും ഒരു പ്രശ്നം വരുന്നു. ഇപ്പോൾ പൊതുവെ നടക്കുന്ന സംഭവമാണ്, ഒരു ബുദ്ധിമുട്ട് വരുന്നു, കുറേ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൂടെ പോസ്റ്റ് ഇടുന്നു, ചിലപ്പോൾ ലക്ഷം രൂപ വന്ന് വീഴും, ചിലപ്പം ആവശ്യമുള്ള പൈസയേക്കാൾ കൂടുതൽ പൈസ വന്നു പോകും. ഇതെല്ലാവരും ഒരു സ്ഥിരം നമ്പറാക്കും. ചിലപ്പോൾ അതിൻ്റെ പേരിൽ വഴക്കൊക്കെ നടക്കും. ഇപ്പം നമുക്കറിയാവുന്നതാണ്, ഒരുപാട് വഴക്കുകളൊക്കെ കേട്ടു, ഇപ്പോൾ അവരാരും കാണാനേ ഇല്ല. എങ്കിലും ഞാൻ പറഞ്ഞു വന്നത്, ആ ഡോക്ടർ അവന് പറഞ്ഞു കൊടുത്ത ഐഡിയ വളരെ നല്ലൊരു സംഭവമായിട്ട് തോന്നി. അങ്ങനെ അവൻ ആ ഒരു കാശ് ഏതാണ്ട് 8 പേഷ്യൻസിനോളം വീതിച്ച് കൊടുക്കാൻ സാധിക്കാൻ പറ്റി. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പല പേഷ്യൻസിനും അല്ല പല ആൾക്കാരും ആവശ്യമായിട്ട് വരും. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു നമ്പർ, എൻ്റെ ഈ ഫേസ്ബുക്ക് ഐഡിയിൽ ഒരു നമ്പർ വെച്ചതിന് ശേഷം മിനിമം ഒരു ആഴ്ചയിൽ 1-2 ആൾക്കാരെങ്കിലും എൻ്റെ അടുത്ത് സാമ്പത്തിക സഹായം ചോദിച്ചു വരും. ചുമ്മാ വെറുതെ ഒരു ഇതുമില്ല, ഒരു മുഖവരെ ഇല്ലാതാണ് ചോദിക്കുന്നത്. ഇതാണ് എൻ്റെ ഗൂഗിൾ ജിപേയുടെ നമ്പർ ഇതാണ്, എനിക്കൊരു 5,000 രൂപ വേണം, 6,000 രൂപ വേണം, ഇന്ന പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ശരി നിങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്താ? അതൊന്നും അവർക്ക് ആർക്ക് തരാൻ പറ്റത്തില്ല. അവർക്ക് പൈസയാണ് പെട്ടെന്ന് ആവശ്യം. കാരണം നമ്മൾ സംസാരിച്ചു, തരാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് മനസ്സിലായി അവരെപ്പോഴേ ഫോൺ, പിന്നെ യാതൊരുമായ കോൺടാക്റ്റ് ഇല്ല. കാരണം അവർ അടുത്ത ആളെയൊക്കെ പോകും. ഒരു ദിവസം ചുമ്മാ ഇരുന്ന് ചിലപ്പം പല ആൾക്കാരും കൊടുത്തിരിക്കും, ചിലപ്പം കാരണം വെച്ച് കൊടുത്തിരിക്കും. ഇത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്. ഒരുപാട് സഹായങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഒപ്പം നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കുക. ഒരാളിലേക്ക് തന്നെ ഈ സഹായം പോകാതെ പല ആളിലേക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.